ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിലേക്കും കൊട്ടിയൂരിലേക്കും ഒരു യാത്ര പോയാലോ? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു ദിവസം. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. രാത്രി 10:30 തൃശ്ശൂരിൽ നിന്നും തിരുനെല്ലിയിലോട്ട് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ട്. ഈ ബസ് ഏകദേശം 6 മണിക്ക് തിരുനെല്ലി അമ്പലത്തിലേക്ക് എത്തും. തൃശ്ശൂരിൽ നിന്നും തിരുനെല്ലിയിലേക്ക് ഒരാൾക്ക് 340 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. രാവിലെ അമ്പലത്തിലെത്തിയതും അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ലഗേജുമായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ബാഗ് വെക്കാനുള്ള സൗകര്യമില്ല. പക്ഷെ നമ്മുടെ ലഗേജ് എല്ലാം അമ്പലത്തിന്റെ ഓഫീസ് റൂമിൽ വെക്കാവുന്നതാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം പിതൃതർപ്പണത്തിനും മോക്ഷപ്രാപ്തിക്കും പേര് കേട്ടതാണ്. തിരുനെല്ലിയിൽ വന്ന് പാപനാശിനിയുടെ തീരത്ത് ഒരു തവണ ബലിതർപ്പണം ചെയ്താൽ പിന്നീട് ഒരിക്കലും ബലിതർപ്പണം ചെയ്തില്ലെങ്കിലും ആ ആത്മാവിന് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് ഐതിഹ്യം. തിരുനെല്ലി ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 30 കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്ന വാസ്തുവിദ്യ ഇന്നും വലിയൊരു അത്ഭുതമാണ്. തിരുനെല്ലി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ പോകുന്നത് മാനന്തവാടിയിലോട്ടാണ്. തിരുനെല്ലിയിൽ നിന്നും ഒരാൾക്ക് 70 രൂപ ടിക്കറ്റ് ചാർജിൽ മാനന്തവാടിയിലെത്താം. മാനന്തവാടിയിൽ നിന്നും അരമണിക്കൂർ യാത്ര ചെയ്താൽ കൊട്ടിയൂർ അമ്പലത്തിലെത്താം. ഏകദേശം ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് 30 രൂപയാണ്. ഇത്തവണ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തിയിട്ടുണ്ട്. അതിന്റെ തിരക്കാണ് ഈ കാണുന്നത്. ഫുള്ള് കർണാടകക്കാർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഏതോ കർണാടകത്തിലെ ഒരു അമ്പലത്തിൽ പോയ ഫീലായിരുന്നു. അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് 20-ാം തീയതി ഉച്ചവരെ പ്രവേശനമുള്ളൂ. കൊട്ടിയൂർ എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകൾ ഒന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ പുറപ്പെട്ടോ. വലിയ ചെലവില്ലാതെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കും പോയിട്ട് വരാം.